പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ. വെൽക്കം ടു ഡേ 13 ഓഫ് അവർ ജേർണി. ഇന്ന് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഒരു കൊച്ചു ചിന്തയിൽ നിന്ന് തുടങ്ങാം. ഒരിക്കൽ ഒരു കപ്പൽ യാത്രക്കാരൻ ചോദിച്ചു, കപ്പലിൽ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ വലിയ മത്സ്യങ്ങൾ കിട്ടുന്നത്? പരിചയസമ്പന്നനായ ഒരു മുക്കുവൻ പറഞ്ഞു, തീരത്ത് നിന്നും മാറി ആഴക്കടലിലേക്ക് പോകുമ്പോൾ മാത്രം. തീരത്ത് നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ചെറിയ മീനുകളെ കിട്ടൂ. നമ്മുടെ ജീവിതത്തിലും ഭയത്തെ മാറ്റി നിർത്തി വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കാണാൻ കഴിയൂ. ഈ വചനത്തിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാം. ഒന്നാമത്തെ കാര്യം, പരാജയങ്ങളിൽ തളരരുത്. ഡോണ്ട് ഗീവ് അപ്പ് ഓൺ ഫെയിലിയേഴ്സ്. പത്രോസും കൂട്ടരും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പരാജയപ്പെട്ട് വല കഴുകിയിരിക്കുമ്പോഴാണ് യേശു വരുന്നത്. അവർ ഫെയിലിയർ ഈസ് ഓഫൺ ദ പ്ലേസ് വെയർ ഗോഡ് സ്റ്റാർട്ട്സ് ഹിസ് മിറക്കിൾ. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ പരാജയപ്പെട്ടു നിൽക്കുകയാണോ? എങ്കിലും ഓർക്കുക, യേശു നിങ്ങളുടെ വഞ്ചിയിലേക്ക് വരാൻ സമയമായി. അവിടുത്തെ വചനത്തിന് കാതോർക്കാം. ഡോണ്ട് ലൂസ് ഹോപ്പ് ഇൻ യുവർ ഫെയിലിയേഴ്സ്. ഗോഡ് വർക്ക്സ് ഇൻ യുവർ ഡിസപ്പോയിൻമെൻറ്റ്സ്. രണ്ടാമത്തെ കാര്യം, ആഴത്തിലേക്ക് ഇറങ്ങാം. ലോഞ്ച് ഇൻ ടു ദ ഡീപ്പ്. യേശു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. മീൻ കിട്ടില്ല എന്ന് ഉറപ്പുള്ള സമയത്തും പത്രോസ് അനുസരിച്ചു. നാം നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവവചനത്തിൽ വിശ്വസിക്കണം. എനിക്കെല്ലാം അറിയാമെന്ന അഹങ്കാരം മാറ്റി ദൈവത്തോട് അങ്ങയുടെ വാക്ക് ഞാൻ കേൾക്കാമെന്ന് പറയാം. ഇന്നൊരു ചെറിയ കാര്യമെങ്കിലും ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത് ചെയ്തു നോക്കൂ. ട്രസ്റ്റ് ഹിസ് വേർഡ് മോർ ദാൻ യുവർ എക്സ്പീരിയൻസ്. മൂന്നാമത്തെ കാര്യം, അത്ഭുതങ്ങളെക്കാൾ വലുത് ദൈവമാണ്. ഫോളോ ദ മാസ്റ്റർ, നോട്ട് ദ മിറക്കിൾ. വല നിറയെ മീൻ കിട്ടിയപ്പോൾ പത്രോസ് മീന് പിന്നാലെ പോയില്ല. ആ മീനുകളെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയി. ബ്ലെസ്സിങ്സ് ആർ ഗുഡ്, ബട്ട് ദ ഗിവർ ഈസ് ഗ്രേറ്റർ. ദൈവം നൽകുന്ന നന്മകളിൽ മാത്രം സന്തോഷിക്കാതെ ആ നന്മ നൽകിയ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. അത്ഭുതങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവത്തിനു വേണ്ടി ജീവിക്കാം. വാല്യൂ ദ ഗിവർ മോർ ദാൻ ദ ഗിഫ്റ്റ്. 3 കാര്യങ്ങൾ. 1, വീണ്ടും ശ്രമിക്കാം. ട്രൈ അഗെയിൻ വിത്ത് ഗോഡ്. രണ്ടാമത്തെ കാര്യം, ആഴത്തിലേക്ക് പോകാം. ഗോ ഡീപ്പർ ഇൻ ഫെയ്ത്ത്. മൂന്നാമത്തെ കാര്യം, ക്രിസ്തുവിനെ അനുഗമിക്കാം. ഫോളോ ഹിം ഓൾവേസ്. ഈ Lent 50 ദ ജേർണി, ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.